ബിരിയാണി എന്ന് പറയുന്നവൻ ആരാണ്? അല്ല ആരാണ്? സുബർക്കത്തിലെ മലക്കുകൾ 3 പേരും കഴിക്കുന്നത് ബിരിയാണി അല്ലേ? അവര് ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാ? നല്ല മുട്ടുതൂശി വണ്ണത്തിലുള്ള ജീരവ ചെമ്പാവരി അങ്ങാട്ടാണ് വേവിക്കും. എന്നിട്ട് അത്തറും കിസ്മത്തും അണ്ടിപ്പരിപ്പും കൂടി പശു നെയ്യിലൊരു പരത്തലുണ്ട്. ഏലത്തരിയും ഇറച്ചിക്കഷ്ണവും കൂടി ഒരു വരവും. എന്നിട്ട് വെള്ള പിഞ്ഞാണത്തില് തട്ടി പൊത്തി അവിടെ അങ്ങാട്ട് വെക്കും. അതിന്റെ മുകളില് തുർക്കിയിലെ സുൽത്താന്റെ മാതിരി തൊണ്ട് കളഞ്ഞ് കുഴിങ്ങിയ ഒരു കോഴിമുട്ട, അല്ലെങ്കിൽ നമ്മുടെ പങ്കായം പോലെയുള്ള ഒരു കോഴി കാല്. അള്ളാ, വർത്താനം പറഞ്ഞ് വായിൽ വെള്ളം വന്നല്ല പൊന്നെ. സലാം ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു കിടലൻ പുതിയ റെസിപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ റെസിപ്പിയുടെ പേരാണ് ബ്രസീൽ ബീഫ് ബിരിയാണി. ഫസ്റ്റ് നമ്മൾ സ്റ്റവ് കത്തിക്കുക, എന്നിട്ട് നമ്മൾ ഉള്ളി വെട്ടുക, എന്നിട്ട് നമ്മൾ കുക്കർ വെക്കുക, എന്നിട്ട് നമ്മൾ ഉള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളി അതിൻ്റെ ഉള്ളിലിടുക. ഉള്ളി ഇടാണ്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് കുറച്ചൊക്കെ മിക്സ് ചെയ്തിട്ട് എന്നിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ ഇവിടെ മുളക്, പിന്നെ ജിഞ്ചർ, പിന്നെ എന്തോ സാധനം അതിൻ്റെ അതിൽ കയറില്ല. പിന്നെ നമ്മൾ മിക്സിയിലും ചെയ്യാം. എന്നിട്ട് നമ്മൾ ബീഫ് കഴുകി വാഷ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ മിക്സിയിൽ അടിച്ച സാധനം നമ്മൾ ഇട്ടിട്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക, മുളകും പൊടി ഇടുക. മുളക് പൊടിയാണെന്ന് എനിക്കറിയില്ല, രണ്ടുണ്ട് മുളക് പൊടി, അതൊന്നും എനിക്കറിയില്ല. അപ്പം നമ്മൾ ഇതൊക്കെ ഇട്ട് ഇതെന്താന്ന് എനിക്ക് പേരൊന്നും അറിയില്ല, അതാ പ്രശ്നം. അപ്പം ജില്ലു ഇതൊക്കെ അരച്ചിട്ട് വഴിക്കല്. എന്നിട്ട് നമ്മൾ കുറച്ചൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് മസാല ആവും. മസാല ആയിട്ട് ഒന്നും കൂടിയും കുറച്ചും കൂടി മിക്സ് ചെയ്ത് മിക്സ് ചെയ്യണം വേണ്ടേ. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ആ കവറുത്ത സാധനങ്ങളിടുക. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ചിത് വേണം. എന്നിട്ട് നമ്മൾ തൈരിടുക, 2 ടീസ്പൂൺ ഇടുക തൈര്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടീസ്പൂൺ ഇട്ടോ. എന്നിട്ട് നമ്മൾ കഴുകിയ ബീഫ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലിടുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നെയ്യിടുക, പിന്നെ കരിമ്പ് ഇടുക, എന്നിട്ട് അല്ലേ കാഷ്യൂ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ക്യാരറ്റ് ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യും. ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ റൈസാണെന്ന് തോന്നുന്നു. റൈസ് ഇടുക. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് അതിലൊക്കെ സെർവ് ആവാൻ മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഉപ്പതാ ഡാൻസ് കളിക്കണം. നമ്മൾ ലെമൺ ഒഴിച്ചിട്ട് ആ ബീഫില്ലേ അതെടുക്കണ്ട. മറ്റേ കറിവേപ്പില ഇടുക. എന്നിട്ട് നെയ്ച്ചോറ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇടുക. എന്നിട്ട് നമ്മൾ കുറച്ചേരം നടക്കണില്ല, മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ എന്തൊക്കെ കോരിയൻഡർ ലീഫ് ഇട്ട്, എന്നിട്ട് ഗ്രേപ്സ് ഇട്ട്, നെയ്യിട്ട്. എന്തിനാ പിന്നും നെയ്യിടുന്ന എനിക്ക് എന്നറിയില്ല. നമ്മൾ കുറച്ചേരം നടിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ തുറന്നൊക്കെ അടിപൊളിയായിട്ടുണ്ടാവും. നല്ല ഭംഗിയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.